ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷന് കുറച്ച് അഡീഷണൽ പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ: ഇലിസ്ട്രേറ്റ് ഡി മോർഗൻസ് ലോ യൂസിങ് വെൻ ഡയഗ്രാം. അതിൽ ഇവിടെ ഒരു ഡി മോർഗൻസ് ലോ തന്നിട്ടുണ്ട്. അത് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാനാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അന്നേരം ഡിമോർഗൻസ് ലോ നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് വരുന്നു. ഓക്കെ. ഇത്തരത്തിൽ രണ്ട് കേസുകൾ വരുന്നുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കേസ് മാത്രമാണ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അതായത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷന് തുല്യമാണെന്നുള്ളത് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അന്നേരം ആദ്യം നമുക്കിതിൻ്റെ വെൻ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റാണ് വേണ്ടത്. അന്നേരം ആദ്യം എ യൂണിയൻ ബി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ യൂണിവേഴ്സൽ സെറ്റ്, ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെ എ യൂണിയൻ ബി എന്ന് വെച്ചാൽ ഈ രണ്ട് വട്ടത്തിനകത്തും വരുന്ന സാധനം. ഓക്കെ. ആ വട്ടം കംപ്ലീറ്റ് വരും, രണ്ട് വട്ടവും കംപ്ലീറ്റ് വരും. അതാണല്ലോ എ യൂണിയൻ ബി. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിന് പുറത്തുള്ള പോർഷൻ. ഓക്കെ. അതിന് പുറത്തുള്ള ഈ ഒരു പോർഷൻ, ശരിയല്ലേ? ഓക്കെ. അന്നേരം ലെഫ്റ്റ് സൈഡ് കിട്ടി. ലെഫ്റ്റ് സൈഡ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റാണ്. അതാണത് ഈ വരച്ചിരിക്കുന്നത്. അതായത് എയ്ക്കും ബിക്കും അകത്തുള്ളത് യൂണിയനിലെ പോർഷൻ, അതായത് അതിന് പുറത്തുള്ളത് അതിൻ്റെ കോംപ്ലിമെൻറ്റ്. ഓക്കെ. അന്നേരം പുറത്തുള്ളത് കോംപ്ലിമെൻ്റാണ്. അതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സാധനം. ഇനി അതെന്തിന് ഈക്വൽ എന്ന് അതിലേക്കാണത്? എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷന് തുല്യമാണ്. അന്നേരം ആദ്യം നമുക്ക് എയുടെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? എയുടെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ഈ എ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ എയ്ക്ക് പുറത്തുള്ള പോർഷൻ, എയ്ക്ക് പുറത്തുള്ള കംപ്ലീറ്റ് പോർഷനും വരും, എയ്ക്ക് പുറത്തുള്ള കംപ്ലീറ്റ് പോർഷൻ ബിയും എല്ലാം വരും. ആ വട്ടം ഒഴികെ ബാക്കിയെല്ലാം വരും. വട്ടം ഒഴികെ ബാക്കി എല്ലാ സാധനവും വരും. അതാണ് എ കോംപ്ലിമെൻറ്റ്, ശരിയല്ലേ? അതിനിവിടെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിൽ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് ഈ ഇങ്ങനെ ചരിച്ച് വരയിട്ട് പോകുന്നു. ഓക്കെ. ചരിച്ച് വരയിട്ട് അത് എയിൽ വരാൻ പാടില്ല, ബാക്കി എല്ലായിടത്തും വരും. ഓക്കെ. എയിൽ വരത്തില്ല, ബാക്കി എല്ലായിടത്തും വരും. ഓക്കെ. ബിക്കകത്തും ഒക്കെ വരും, പക്ഷേ എയിൽ മാത്രം വരത്തില്ല. അതിങ്ങനെ വരച്ച് പോവാം. ഓക്കെ. അത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാമല്ലോ. ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ഓക്കെ. എയിൽ മാത്രം വരത്തില്ല, എയുടെ വട്ടത്തിനകത്ത് മാത്രം വരിക, അതിന് പുറത്തുള്ള പോർഷൻ. അത് ഈ ഒരു ലൈൻ സെക്ഷൻ ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഓക്കെ. ഇനി അതുപോലെ തന്നെ ബി കോംപ്ലിമെൻറ്റും വേണ്ടേ? ബി കോംപ്ലിമെൻ്റ് ആകുമ്പോൾ ഇതാണല്ലോ ബി എന്ന് പറയുന്നത്. ഓക്കെ. ബിക്ക് പുറത്തുള്ള കംപ്ലീറ്റ് പോർഷൻ. ഓക്കെ. ബിക്ക് പുറത്തുള്ള കംപ്ലീറ്റ് പോർഷൻ, അതായത് എയും കൂടെ വരും. ഓക്കെ. ഈ ഒരു ഇതിന് പുറത്തുള്ള കംപ്ലീറ്റ് പോർഷനും വരും. കംപ്ലീറ്റ് പോർഷൻ ഇതാണല്ലോ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ആ വട്ടം ഒഴികെ ബാക്കിയല്ല. അതെങ്ങനെ വരയ്ക്കും? അതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ സെയിം ഫിഗറിൽ തന്നെ നമ്മളതും വരയ്ക്കേണ്ടത്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നേരെ തിരിച്ച് ലൈൻ കൊടുക്കും. ഇപ്പം നമ്മൾ എ കോംപ്ലിമെൻ്റ് വരച്ചത് ഇങ്ങനെയല്ലേ, ഇങ്ങനെ ലൈൻ ഉപയോഗിച്ചല്ലേ. ഇനി ബി കോംപ്ലിമെൻ്റ് ആകുമ്പോൾ നേരെ തിരിച്ച് വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. ഓക്കെ. ക്ലിയർ ആണല്ലോ? അതാണതാ ഇങ്ങനെ വരയ്ക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ? അത് ബി കോംപ്ലിമെൻ്റ് ബിക്കകത്ത് വരത്തില്ല, ബാക്കി എല്ലായിടത്തും വരും. ബി എന്ന് പറയുന്ന വട്ടത്തിനകത്ത് വരത്തില്ല, ബാക്കി എല്ലായിടത്തും വരും. എയ്ക്കകത്തും വരും. അത്തരത്തിൽ വരയ്ക്കാമല്ലോ നിങ്ങൾ. ഓക്കെ. അത്തരത്തിൽ വരയ്ക്കാം. അത്തരത്തിൽ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഓക്കെ. ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. ഇതാ ഈ എയ്ക്കകത്ത് കുറച്ച് ഷെയ്ഡ് പോർഷൻ വന്നിട്ടുണ്ട്, ബിക്കകത്തും കുറച്ച് ഷെയ്ഡർ പോർഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇൻ്റർസെക്ഷനിലൊന്നും വന്നിട്ടില്ല. ഓക്കെ. അന്നേരം ഈ എയ്ക്കകത്ത് വന്നിരിക്കുന്ന ഷെയ്ഡർ പോർഷനിൽ ഇങ്ങനൊരു ലൈൻ മാത്രമല്ലേ ഉള്ളൂ, ശരിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ബിക്കകത്ത് വന്നിരിക്കുന്ന ഷെയ്ഡർ പോർഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലൈൻ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ. അതായത് ഈ രണ്ട് വ്യത്യസ്തമായ രീതികളിൽ വരച്ച ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻ എയ്ക്കകത്തുമില്ല, ബിക്കകത്തുമില്ല, ശരിയല്ലേ? നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എ കോംപ്ലിമെൻറ്റിനെ ഇങ്ങനെ ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു,
ബി കോംപ്ലിമെൻറ്റിനെ ഇങ്ങനെ ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അന്നേരം അവയുടെ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ചേരുന്ന ഭാഗം ഒന്നാണ്. അന്നേരം ഫിഗറിൽ നിന്ന് രണ്ടും കൂടെ ചേരുന്ന ഭാഗം കണ്ടെത്താനായിട്ട് ഈ രീതിയിൽ വരച്ച ലൈൻ സെഗ്മെൻറ്റും ഈ രീതിയിൽ വരച്ച ലൈൻ സെഗ്മെൻറ്റും, ഈ രണ്ട് രീതിയിൽ വരച്ച ലൈൻ സെഗ്മെൻറ്റും കൂടിച്ചേരുന്ന ഭാഗമാണ് ഇൻ്റർസെക്ഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ വരുന്ന ഭാഗം എയ്ക്കകത്തോ ബിക്കകത്തോ ഇല്ല എന്നർത്ഥം. കാര്യം അത്തരത്തിലുള്ള പോർഷൻ എയ്ക്കകത്തോ ബിക്കകത്തോ വരണമായിരുന്നെങ്കിൽ ഈ വ്യത്യസ്തമായ രണ്ട് രീതികൾ വരച്ച ലൈൻ സെഗ്മെൻറ്റിന് കൂടിച്ചേരണമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. എയ്ക്കകത്ത് ഇങ്ങനെയുള്ള ലൈൻസ് മാത്രമേ ഉള്ളൂ, ബിക്കകത്ത് നേരെ തിരിച്ച് ഇങ്ങനെയുള്ള ലൈൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇവയുടെ പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ആ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ വരച്ച ലൈൻസ് എല്ലാം ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന ഈ സെറ്റും, അതായത് ഈ രണ്ട് വട്ടങ്ങൾ, അവയ്ക്ക് പുറത്തുള്ള പോർഷൻസാണ് എന്തെന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ രണ്ട് ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ എയ്ക്കും ബിക്കും പുറത്തുള്ള പോർഷനല്ലേ ഈ രണ്ട് സാധനങ്ങളും. അത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാലും എയ്ക്കും ബിക്കും പുറത്തുള്ള പോർഷനാണ്. അതുപോലെ തന്നെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാലും ഈ എയ്ക്കും ബിക്കും പുറത്തുള്ള പോർഷനാണ്. അതായത് രണ്ടിൻ്റെയും ഷെയ്ഡഡ് പോർഷൻ സെയിം ആണ്. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്, ഈ രണ്ട് സാധനങ്ങൾ എന്താണ്, തുല്യമാണ്, ഈക്വലാണ്. ഇതാണ് ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ. വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഇത്രയേ ഉള്ളൂ സംഗതി. അന്നേരം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഈ വെൻ ഡയഗ്രം വരയ്ക്കുക, എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് എഴുതി വെക്കണം. ഞാനിവിടെ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, വേറെ ഒന്നിനകത്ത് ഇല്ല. അതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ്ട് ഷെയ്ഡ് ദി ഏരിയ ഔട്ട് സൈഡ് എ യൂണിയൻ ബി, എ യൂണിയൻ ബിയുടെ ഔട്ട് സൈഡ് ഷെയ്ഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫിഗർ. അതാണ് വെൻ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് ഈസ് ഷോൺ ഇൻ ഫിഗർ 1. ഫിഗർ 1-ൽ അതാണ് കാണുന്നത്, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, നൗ ഷെയ്ഡ് ദ ഏരിയ ഔട്ട് സൈഡ് എ. ഇനി രണ്ടാമത്തെ ഫിഗറാണ്. അത് രണ്ടാമത്തെ ഫിഗർ നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻറ്റിൻ്റെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷനിലെ, അതായത് എയുടെ പുറത്തുള്ള പോർഷൻ, എയുടെ ഔട്ട് സൈഡിലുള്ള പോർഷനാണ് എ കോംപ്ലിമെൻറ്റ്. അത് നമ്മൾ വരയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ലൈൻ കൊണ്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു എയുടെ പുറത്തുള്ള പോർഷൻ. അതുപോലെ തന്നെ ബി കോംപ്ലിമെൻറ്റ് വേണമല്ലോ, അത് ബിയുടെ പുറത്തുള്ള പോർഷൻ ഔട്ട് സൈഡ് ബി, അതിനെ ഇങ്ങനെ ലൈൻ സെഗ്മെൻറ്റ് കൊണ്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. അതാണ് സെക്കൻഡ് ഫിഗർ. ഓക്കെ ആണല്ലോ. ആ ഫിഗർ നോക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ക്രോസ് ചെയ്തിരിക്കുന്ന ഫിഗറുണ്ട്, ആ ക്രോസ് ഹാച്ച്ഡ് ഏരിയ എന്ന് പറയും. ഓക്കെ, രണ്ടും കൂടെ അതാണ് ഇൻ്റർസെക്ഷൻ, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, അത് ആ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫിഗറുകൾ എന്ത് തന്നെയാണ്, സെയിം ഏരിയ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിൽ നിന്ന് ക്ലിയർ ആണ് ഈ രണ്ട് സാധനങ്ങളും എന്താണ്, തുല്യമാണ്. ഇത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓൺ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഇത് തന്നെ അതേപോലെ പകർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇത് എന്താണ് ഈ ഫോർമുല എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടി കാണും. നമ്മൾ മുമ്പൊരു ഡെഫിനിഷൻ പഠിച്ചായിരുന്നു. ഏതാണ്, സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയും. ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഡെഫിനിഷനാണ് രണ്ട് രീതിയിൽ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സിമ്മട്രിക് ഡിഫറൻസ്, ആ രണ്ട് സാധനങ്ങൾ തുല്യം തന്നെയാണ് എന്ന് തെളിയിക്കാനാണ് ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്നേരം രണ്ട് സെറ്റുകൾ തുല്യമാണെന്ന് തെളിയിക്കാൻ, ഇതൊരു സെറ്റ് ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് മറ്റൊരു സെറ്റ് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ട് സെറ്റുകൾ തുല്യമാകണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പരസ്പരം സബ്സെറ്റുകളും തെളിയിക്കുക. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് തെളിയിച്ചാൽ മതി. ശരിയല്ലേ? അതാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ഈ സാധനം ഇതിൻ്റെ സബ്സെറ്റ് എന്ന് തെളിയിക്കണം. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അതുപോലെ തന്നെ നേരെ തിരിച്ചും എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് തെളിയിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ തെളിയിക്കാനുള്ളൂ. അന്നേരം സബ്സെറ്റ് എന്ന് തെളിയിക്കാൻ എന്താ കണ്ടീഷൻ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തെളിയിക്കാൻ എന്താ കണ്ടീഷൻ? എയിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു എക്സ്, ആ എലമെൻ്റ് എവിടെ ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി, ബിയിലുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, അതായത് എയിൽ നിന്ന് ഏതൊരു ആർബിട്രറി എക്സ് എടുത്തു കഴിഞ്ഞാലും ആ ആർബിട്രറി എലമെൻ്റ് എവിടെയുണ്ട്, ബിയിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അന്നേരം ഫസ്റ്റ് സെറ്റിൽ നിന്നും ഒരു ആർബിട്രറി ആയിട്ടൊരു എക്സ് എടുക്കുന്നു, ഏതൊരു എക്സ് എടുത്താലും അതാണ് അതിൻ്റെ മീനിങ്. ആ എക്സ് എവിടെയുണ്ടെന്ന് തെളിയിക്കണ്ട, ഇതിനകത്തുണ്ടെന്ന് തെളിയിച്ചാൽ മതി. അങ്ങനെ അവ സബ്സെറ്റായി. നേരെ തിരിച്ചു ഇതിൽ നിന്നും ഒരു എക്സ് എടുക്കുന്നു, ആ എക്സ് എവിടെയുണ്ടെന്ന് തെളിയിക്കുന്നു, ഇതിനകത്തുണ്ടെന്ന് തെളിയിക്കുന്നു.
അങ്ങനെയെങ്കിൽ അതും സബ്സെറ്റായി. അന്നേരം പരസ്പരം സബ്സെറ്റായി കഴിഞ്ഞാൽ ആ രണ്ട് സെറ്റുകൾ എന്താണ്? തുല്യമാണ്. ഇതാണല്ലോ മീനിങ്. അത് നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാം. അത് ഞാൻ ഇതിൻ്റെ സബ്സെറ്റ് എന്ന് തെളിയിക്കുന്നു. ഓക്കെ, അന്നേരം ഇതിൽ നിന്ന് ഞാനൊരു എലമെൻ്റ് എടുക്കുന്നു, എക്സ്. ഓക്കെ, എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എയിൽ നിന്ന് ഞാനൊരു എക്സ് എടുക്കുന്നു. ആ എക്സ് എവിടെ ഉണ്ടെന്ന് തെളിയിക്കണം. അതാണ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയിലുണ്ടെന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം ലെറ്റ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി, സോറി എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അതിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു. അന്നേരം ഇത് രണ്ട് സെറ്റുകളുടെ യൂണിയൻ അല്ലേ? ഓക്കെ, യൂണിയൻ്റെ ഡെഫിനേഷൻ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. കാര്യം യൂണിയനിൽ ഒരു എലമെൻ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് എയിലോ ബിയിലോ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി, അത് യൂണിയനിലുണ്ടെന്ന അർത്ഥം. അതുകൊണ്ടാണ് ഓർ വരുന്നത്. അന്നേരം എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു ഫസ്റ്റ് സെറ്റ് എ മൈനസ് ബി ഓർ എക്സ് ബിലോങ്സ് ടു ബി മൈനസ് എ. ശരിയല്ലേ? ഇനി എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി, ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ് എ മൈനസ് ബിയിലുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എ മൈനസ് ബി മീൻസ് എയിലുണ്ട്, പക്ഷേ എവിടെ ഇല്ല? ബിയിലില്ല. ക്ലിയർ ആണല്ലോ? അന്നേരം എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബി മീൻസ് എക്സ് എയിലുണ്ട് ആൻഡ് എവിടെ ഉണ്ടായിരിക്കില്ല? ബിയിലില്ല. അതാണ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഓർ അതുപോലെ ഇട്ടു. ഇനി അടുത്ത് വീണ്ടും അവിടെയും ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എക്സ് ബിലോങ്സ് ടു ബി മൈനസ് എയിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബിയിലുണ്ട്, പക്ഷേ എവിടെ ഇല്ല? എയിലില്ല. ഓർ എക്സ് ബിയിലുണ്ട് ആൻഡ് എക്സ് എവിടെ ഇല്ല? എയിലുണ്ടായിരിക്കില്ല. ഇതാണല്ലോ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് എക്സ് ഇപ്പോൾ ഇതിൽ നിന്നാണ് എക്സ് എടുത്തത്, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കണം. അന്നേരം ഈ ഫോമിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവിടെ ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. അതായത് ഇവിടെ നാല് വ്യത്യസ്ത ടേമുകളാണ് നിങ്ങൾ നോക്കണം. ഒന്ന് എക്സ് ബിലോങ്സ് ടു എ, പിന്നെ ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ, പിന്നെ ഒന്ന് എക്സ് ബിലോങ്സ് ടു ബി, അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. വ്യത്യസ്ത 4 ടേമുകളാണ്. ഇത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ചില കേസുകൾ എളുപ്പത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയാവും? ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം, ഈ ഫസ്റ്റ് കംപ്ലീറ്റ് ടേം. ഓക്കെ, ഇത് സെക്കൻഡ് കംപ്ലീറ്റ് ടേം. ഓക്കെ, ആ ഫസ്റ്റ് ടേമിൽ നിന്നും രണ്ടാമത്തെ സാധനം ഉണ്ടല്ലോ എക്സ് ബിലോങ്സ് ടു ബി. ഓക്കെ, അതും അതിൻ്റെ ഓപ്പോസിറ്റുമായിട്ടൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ബിയും അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി ആണല്ലോ, അവ തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അത് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി ഇവിടെ ആക്കുന്നു, എക്സ് ബിലോങ്സ് ടു ബി ഇവിടെ ആക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആയി. സോറി, ഇവിടെ ആണ് തെറ്റിപ്പോയി, ഞാൻ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയി. എക്സ് നോട്ട് ബിലോങ്സ് ടു ബിയും എക്സ് ബിലോങ്സ് ടു ബി ഇവ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. എക്സ് നോട്ട് ബിലോങ്സ് ടു ബി ഇവിടെ ആക്കുക, അതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ബി ഇവിടെ ആക്കുക. ക്ലിയർ ആണല്ലോ? അത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുമല്ലോ. ഈ നോട്ട് ബിലോങ്സ് ടു ബിയുടെ പ്ലേസിൽ ബിലോങ്സ് ടു ബി ആവും, ബിലോങ്സ് ടു ബിയുടെ പ്ലേസിൽ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി ആവും. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ള പരിപാടി ഓറും ആൻഡും പരസ്പരം ചേഞ്ച് ചെയ്യും. ഓർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ലാൻഡ് ആക്കുക, ആൻഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഓറാക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ ആൻഡ് ഓറാക്കി, ഈ ഓറ് ആൻഡാക്കി, ഈ ആൻഡ് ഓറാക്കി. ഇത്രയുള്ള പരിപാടി. ഓർത്തിരിക്കാൻ എളുപ്പം. ഓക്കെ, ഫോമുലയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, പലതിനും പല ഫോമുല പഠിക്കേണ്ടി വരും. ഓക്കെ, അന്നേരം നമുക്ക് ഇവിടെ ഓർത്തിരിക്കുക. ഇവിടെ 4 വ്യത്യസ്ത ടേമുകളായതുകൊണ്ടാണ് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ രണ്ടാമത്തെ ടേമും അതിൻ്റെ ഓപ്പോസിറ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് ആൻഡുള്ളതെല്ലാം ഓറാക്കുക, ഓറുള്ളതെല്ലാം ആൻഡ് ആക്കുക. അന്നേരം ഇങ്ങനെ കിട്ടും, ഈ ഫോമിൽ കിട്ടും. ക്ലിയർ ആണല്ലോ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇനി ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എക്സ് എയിലുണ്ട് ഓർ എക്സ് ബിലോങ്സ് ടു ബി. എക്സ് എയിലുണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട്. ഏതിൻ്റെ ഡെഫിനിഷനാണ്? എക്സ് എയിലുണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട്. യൂണിയൻ്റെ ഡെഫിനിഷനാണ്. കാര്യം എയിലോ ബിയിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂണിയനിലുണ്ടെന്ന് അർത്ഥം. അന്നേരം എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് എഴുതാമല്ലോ. രണ്ടാമത്തത് എക്സ് ബിയിലില്ല അല്ലെങ്കിൽ എയിലില്ല. അവിടെയും ശ്രദ്ധിച്ചോണം, ഓർ. ഓക്കെ, ഒന്നെങ്കിൽ ബിയിലുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എയിലുണ്ടായിരിക്കില്ല. അതായത് എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എവിടെയെങ്കിലും ഒരിടത്ത് എക്സ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അന്നേരം നിങ്ങൾ ആലോചിച്ചോണം, രണ്ടിടത്തും ഉണ്ട് എങ്കിൽ അതിനർത്ഥം അത് ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് അർത്ഥം. ഓക്കെ, എയിലും ഉണ്ട് ബിയിലും ഉണ്ട് മീൻസ് രണ്ടിടത്തും ഉണ്ട്. ദാറ്റ് മീൻസ് അതാണ് ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അതായത് രണ്ടിടത്തും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രണ്ടിടത്തും ഇല്ലെന്ന് വേണമെന്നില്ല, എവിടെയെങ്കിലും ഒരിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ലാതിരുന്നാൽ അത് ഇൻ്റർസെക്ഷനിലുണ്ടോ? ഒരിക്കലും ഇല്ല. ശരിയല്ലേ? പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണല്ലോ?
അതായത് രണ്ടിടത്തും ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർസെക്ഷനിലുള്ളൂ. അതിനർത്ഥം എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എലമെൻ്റ് ഇല്ല. ഓക്കെ, ദാറ്റ് മീൻസ് അത് ഇൻ്റർസെക്ഷനിൽ ഇല്ലെന്ന് അർത്ഥം. അതായത് ഇവിടെ എക്സ് ബിയിലില്ല അല്ലെങ്കിൽ എയിലില്ല, എക്സ് എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ലെന്ന് അർത്ഥം. എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ല എന്ന് പറയാൻ അർത്ഥം അത് ഇൻ്റർസെക്ഷനിൽ ഉണ്ടാകില്ല എന്നർത്ഥം. ഓക്കെ, അന്നേരം അതിനെ എങ്ങനെ എഴുതാം? എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. അന്നേരം ഇവിടെ കിട്ടിയത് ശ്രദ്ധിച്ചോണം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ ബിയിലുണ്ട് എക്സ്. ഓക്കെ, എക്സ് ആണ്, എക്സ് എ യൂണിയൻ ബിയിലുണ്ട്, പക്ഷേ എവിടെ ഇല്ല? എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. അതല്ലേ ഡിഫറൻസ്? എ യൂണിയൻ ബിയിലുണ്ട്, പക്ഷേ എവിടെ ഇല്ല? എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. അന്നേരം എക്സ് ഇങ്ങനെ കിട്ടി, എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി. എക്സ് എ യൂണിയൻ ബിയിലുണ്ട് മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. ക്ലിയർ ആണല്ലോ? അതല്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്ന സാധനം. അതെ, എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ എക്സ് ഉണ്ട് എന്ന് തെളിയിക്കണമായിരുന്നു, അത് കിട്ടി. നമ്മൾ തുടങ്ങി എവിടെ നിന്നായിരുന്നു? ഇവിടെ എക്സ് ഉണ്ടെന്ന് എടുത്തു, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് കിട്ടി. അന്നേരം ഇത് സബ്സെറ്റ് ആവുന്ന കിട്ടി, രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇനി ആദ്യത്തെ കേസ് എങ്ങനെയാണ്? ഇതിൽ നിന്നും ഒരു എക്സ് എടുക്കുന്നു. ഓക്കെ, ആ എക്സ് എവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നു, ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നു, അങ്ങനെ അതും സബ്സെറ്റായി. അന്നേരം ഇതിൽ നിന്ന് ഞാനൊരു എക്സ് എടുക്കുന്നു, വേറെ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അന്നേരം ഡെഫിനിഷൻ പ്രകാരം എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് മീൻസ് ആദ്യത്തേതിലുണ്ട്, രണ്ടാമത്തേതിലില്ലെന്നാണ്. അന്നേരം എക്സ് എ യൂണിയൻ ബിയിലുണ്ട് ആൻഡ് എക്സ് എവിടെയില്ല? എ ഇൻ്റർസെക്ഷൻ ബിയിലില്ല. അന്നേരം യൂണിയനിലുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഡെഫിനിഷൻ പ്രകാരം എയിലുണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട്, എവിടെയെങ്കിലും ഒരിടത്തുണ്ടായാൽ മതി, യൂണിയനിലുണ്ടായിരിക്കും. ഇവിടെ ഇൻ്റർസെക്ഷനിലില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇൻ്റർസെക്ഷനിലില്ല. ഇൻ്റർസെക്ഷനിലില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്തില്ല എന്നർത്ഥം. എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ലാതിരുന്നാൽ അത് ഇൻ്റർസെക്ഷനിലില്ല. കാര്യം രണ്ടിടത്തും ഉണ്ടായാലല്ലേ ഇൻ്റർസെക്ഷനിലുള്ളൂ. അന്നേരം എവിടെയെങ്കിലും ഒരിടത്ത് ഇല്ലെങ്കിൽ ഇൻ്റർസെക്ഷനില്ലെന്ന് അർത്ഥം. അതായത് എക്സ് ഒന്നുകിൽ എയിൽ കാണില്ല അല്ലെങ്കിൽ ബിയിൽ കാണില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ദാറ്റ് ഇംപ്ലൈസ് ഇനി വീണ്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ, എക്സ് ബിലോങ്സ് ടു എ, എക്സ് നോട്ട് ബിലോങ്സ് ടു എ, എക്സ് ബിലോങ്സ് ടു ബി, എക്സ് നോട്ട് ബിലോങ്സ് ടു ബി, 4 വ്യത്യസ്ത ടേമുകളാണ്. അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു. കാര്യം നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിലെത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അന്നേരം എങ്ങനെ? ദ ഫസ്റ്റ് ടേമിലെ ഈ രണ്ടാമത്തെ ടേമും അതിൻ്റെ ഓപ്പോസിറ്റ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. എക്സ് നോട്ട് ബിലോങ്സ് ടു ബി ഇവിടെ ആക്കുന്നു, എക്സ് ബിലോങ്സ് ടു ബി ഇവിടെ ആക്കുന്നു, നേരത്തെ പോലെ തന്നെ. ഓക്കെ, എന്നിട്ട് ആൻഡ് ഉള്ളതെല്ലാം ഓറാക്കുന്നു, ഓറുള്ളതെല്ലാം ആൻഡ് ആക്കി കൊടുക്കുന്നു. ഇതാ എക്സ് ബിലോങ്സ് ടു എ, ബിലോങ്സ് ടു ബി മാറ്റി നോട്ട് ബിലോങ്സ് ടു ബി ആക്കി. ഇതിന് ചേഞ്ച് ഇല്ല, നോട്ട് ബിലോങ്സ് ടു ബി മാറ്റി ബിലോങ്സ് ടു ബി ആക്കി. എന്നിട്ട് ഇവിടെ എന്തോ ചെയ്തു? ഓറുള്ളതെല്ലാം ആൻഡ് ആക്കി, ആൻഡ് ഉള്ളതെല്ലാം ഓറാക്കി. അതാ ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ശ്രദ്ധിച്ചോണേ. ഈ ഓറ് ആൻഡ് ആയിട്ടുണ്ട്, ഈ ആൻഡ് ഓറായിട്ടുണ്ട്. പക്ഷേ ഈ ഓറ് ഞാൻ ഓറെന്ന് തന്നെ എഴുതിയിരിക്കുന്നത്, അത് ആൻഡ് ആക്കിക്കോണേ, ആൻഡ് ആക്കിക്കോണേ, അത് ഒന്ന് തിരുത്തിക്കോണേ. അന്നേരം ഫസ്റ്റ് ഇതിൽ നിന്നെന്തോ മനസ്സിലാക്കാം? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സ് എയിലുണ്ട് പക്ഷേ ബിയിലില്ല. എയിലുണ്ട് ബിയിലില്ല എന്ന് പറഞ്ഞാൽ എക്സ് എ മൈനസ് ബിയിലാണ്, എക്സ് എ മൈനസ് ബിയിലാണ്, അതല്ലേ ഡെഫിനിഷൻ. ഓക്കെ, ഓർ അടുത്ത ഓർ അതതുപോലെ എഴുതി ഓർ. അടുത്ത എന്താണ്? എക്സ് എയിലില്ല പക്ഷേ ബിയിലുണ്ട്, ശരിയല്ലേ? എക്സ് ബിയിലുണ്ട് എയിലില്ല, ബിയിലുണ്ട് എയിലില്ല, അതായത് ബി മൈനസ് എ. എക്സ് എവിടെയാണ്? ബി മൈനസ് എയിലാണ്, അതല്ലേ ഡെഫിനിഷൻ. ക്ലിയർ ആണല്ലോ? അന്നേരം എക്സ് എ മൈനസ് ബിയിലുണ്ട്, എക്സ് ബി മൈനസ് എയിലുണ്ട്, ഓർ ബി മൈനസ് എ. ഓക്കെ, എക്സ് എ മൈനസ് ബിയിലുണ്ട് ഓർ എക്സ് ബി മൈനസ് എയിലുണ്ട്. ഇത് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്നുള്ള മീനിങ് അല്ലേ? എക്സ് ബിലോങ്സ് ടു എ ഓർ ബി എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്നല്ലേ അർത്ഥം. ഓക്കെ, ഇവിടെ എ എന്ന് വെച്ചാൽ എ മൈനസ് ബി, ബി എന്ന് വെച്ചാൽ ബി മൈനസ് എ. ദാറ്റ് മീൻസ് എക്സ് ബിലോങ്സ് ടു എ മൈനസ് ബിൻ്റെയും ബി മൈനസ് എൻ്റെയും യൂണിയനിലാണ് എക്സ് എന്നർത്ഥം. അതിൽ നമുക്ക് തെളിയിക്കാനുള്ളത് ഒരു എക്സ് ഇവിടെ ഉണ്ടെന്ന് എടുത്തു, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് കിട്ടി, അതായത് അതും സബ്സെറ്റ് എന്ന് കിട്ടി. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അന്നേരം ഇത് രണ്ടും പരസ്പരം സബ്സെറ്റ് എന്ന് കിട്ടിയല്ലോ. അത് രണ്ടും പരസ്പരം സബ്സെറ്റ് ആണെങ്കിൽ ആ രണ്ട് സെറ്റും എന്താണ്? തുല്യമാണ്. ദെർഫോർ ഫ്രം 1 and 2 ദീസ് ടു സെറ്റ്സ് ആർ ഈക്വൽ. ഇതാണ് പ്രൂഫ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി വിത്തൗട്ട് ബി ഈക്വൽ ടു സി. അന്നേരം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ടാമത് എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ സി വിത്തൗട്ട് ബി ഈക്വൽ ടു സി യൂസിങ് എക്സാമ്പിൾ. ഓക്കെ, അന്നേരം എ ഇൻ്റർസെക്ഷൻ ബിയും
എ ഇൻ്റർസെക്ഷൻ സിയും തുല്യമെന്ന് തെളിയിക്കണം വിത്തൗട്ട് ബി ഈക്വൽ ടു സി. ബിയും സിയും തുല്യമാകാൻ പാടില്ല. ബിയും സിയും തുല്യമാകാൻ പാടില്ല, പക്ഷേ എയിൻ്റെയും ബിയിൻ്റെയും ഇൻ്റർസെക്ഷനും എയിൻ്റെയും സിയിൻ്റെയും ഇൻ്റർസെക്ഷനും തുല്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് എക്സാമ്പിൾ ഉപയോഗിച്ച് സ്വന്തമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ സ്വന്തമായിട്ട് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ഞാൻ എന്താ എ എന്ന് പറയുന്നത് സെറ്റ് 1 2 എന്നെടുത്തു, ബി സെറ്റ് 2 3 എന്നെടുത്തു, സി സെറ്റ് 2 4 എന്നെടുത്തു. കണ്ടീഷൻ എന്ന് പറയുന്നത് ബിയും സിയും തുല്യമാകാൻ പാടില്ല. അവിടെ ബിയും സിയും തുല്യമാണോ? അല്ല. രണ്ടും വ്യത്യസ്ത സെറ്റുകളാണ്. ഒന്ന് 2 3 ഒന്ന് 2 4 ആണ്. ഓക്കെ. തെളിയിക്കാനുള്ളത് എയിൻ്റെയും ബിൻ്റെയും ഇൻ്റർസെക്ഷനും എയിൻ്റെയും സിൻ്റെയും ഇൻ്റർസെക്ഷനും തുല്യമാകണം. ഓക്കെ. ആദ്യം എയിൻ്റെയും ബിൻ്റെയും ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാം. എയിൻ്റെയും ബിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്താണ്? ഇവരടുത്ത് കോമൺ ആയിട്ട് ഏത് എലമെൻ്റ് ഉണ്ട്? 2 ഉണ്ട്. അങ്ങനെ അത് കിട്ടി. ഇനി എയിൻ്റെയും സിൻ്റെയും ഈ രണ്ട് സെറ്റുകൾ, അവിടെ കോമൺ ആയിട്ട് എന്ത് എലമെൻ്റ് ഉണ്ട്? അവിടെയും 2 ഉണ്ട് കോമൺ ആയിട്ട്. സോ എയിൻ്റെയും സിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്താണ്? സെറ്റ് 2 ആണ്. ഓക്കെ. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സി എന്തെന്ന് കിട്ടി? തുല്യമെന്ന് കിട്ടി. പക്ഷേ ബിയും സിയും തുല്യമാണോ? അല്ലതാനും. ഓക്കെ. അന്നേരം ബിയും സിയും തുല്യമാകാതെ എ ഇൻ്റർസെക്ഷൻ ബിയും എ ഇൻ്റർസെക്ഷൻ സിയും തുല്യമാകാം എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ അടുത്ത എ യൂണിയൻ ബിയും എ യൂണിയൻ സിയും തുല്യമാകണം, പക്ഷേ ബിയും സിയും എന്താകാൻ പാടില്ല? തുല്യമാകാൻ പാടില്ല വിത്തൗട്ട് ബി ഈക്വൽ ടു സി. ഓക്കെ. അന്നേരം നേരത്തെ പോലൊരു എക്സാമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്യുക. എ എടുത്തു, ബി എടുത്തു, സി എടുത്തു. ഇവിടെ ബിയും സിയും ഇവിടെയും തുല്യമാകാൻ പാടില്ല, തുല്യമല്ല. ഓക്കെ. തുല്യമല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒന്ന് 1 3 ഒന്ന് 2 3 ആണ്. ഇനി നമുക്ക് എയിൻ്റെയും ബിൻ്റെയും യൂണിയൻ, എയിൻ്റെയും ബിൻ്റെയും യൂണിയൻ കണ്ടുപിടിക്കാൻ അറിയാമല്ല. അതിനകത്തുള്ള എല്ലാ എലമെൻസും എടുത്ത് എഴുതി വെച്ചാൽ മതി. 1 2 പിന്നെ അവിടെ 3 ഉണ്ട്. അങ്ങനെ 1 2 3 സെറ്റ് 1 2 3. ഇനി എയിൻ്റെയും സിൻ്റെയും ഇവിടെ 1 2 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്. അങ്ങനെ 1 2 3 എന്ന് വരും എ യൂണിയൻ സി. ഓക്കെ. അവിടെയും എ യൂണിയൻ ബിയും എ യൂണിയൻ സിയും തുല്യമാണല്ലോ. രണ്ടും തുല്യമാണ്, പക്ഷേ ബിയും സിയും തുല്യമല്ല. ഇത് ഇത്തരത്തിലൊരു കേസിന് എക്സാമ്പിളാണ്. വേണമെങ്കിൽ ഇതും എക്സാമിനേഷൻ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ. അന്നേരം എക്സാമ്പിൾ സ്വന്തമായിട്ട് എഴുതാൻ അറിയണം. സ്വന്തമായിട്ട് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ഓർത്തിരുന്നാലും മതി. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ബി മൈനസ് എ ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ബി മൈനസ് എ ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഓക്കെ. അല്ലെങ്കിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. ഓറിട്ട് ബി മൈനസ് എ ഈക്വൽ ടു എന്താ പറയുക? ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റിനെ ഇങ്ങനെ എഴുതിക്കൂടെ? യു മൈനസ് എ എന്നും എഴുതാമല്ലോ. എഴുതിക്കൂടെ? യു മൈനസ് എ എന്ന് വെച്ചാൽ യുവിലുണ്ട്, പക്ഷേ എയിലില്ല. എയിലില്ലാത്തതാണല്ലോ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അന്നേരം എ കോംപ്ലിമെൻറ്റ് അങ്ങനെയും എഴുതാം. വേണമെങ്കിൽ ഇത്തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ. ബി മൈനസ് എ, അല്ലെങ്കിൽ വേണമെങ്കിൽ എ മൈനസ് ബി എന്ന് ചോദിക്കാം. എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയും എഴുതാം. എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എഴുതാം യു മൈനസ് ബി, ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ. എല്ലാം ഒന്ന് തന്നെയാണ്. സെറ്റ് അങ്ങോട്ട് മാറുന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ. ഇതിലേത് രീതി വേണമെന്ന് ചോദിക്കാം. അന്നേരം രണ്ട് സെറ്റുകൾ ഈക്വലം തെളിയിക്കാനാണ് ഇവിടെ. ഈക്വലം തെളിയിക്കാനായിട്ട് പരസ്പരം സബ്സെറ്റുകളും തെളിയിച്ചാൽ മതി. ഓക്കെ. ബി മൈനസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി മൈനസ് എ എന്ന് തെളിയിച്ചാൽ മതി. ഇത്തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് ഈ സെയിം സാധനം തന്നെ. എ മൈനസ് ബി, ഇപ്പോൾ ഇവിടെ ബി മൈനസ് എ അല്ലേ, അതുപോലെ തന്നെ എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻറ്റ് വരാം യു മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ. ഇങ്ങനെ ഒരു പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിലായിരിക്കും അത് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. അന്നേരം ഇതിങ്ങനെ പ്രൂവ് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൽ നിന്നൊരു എക്സ് എടുക്കുന്നു. ഇപ്പോൾ പരസ്പരം സബ്സെറ്റും തെളിയിച്ചാൽ മതി. പരസ്പരം സബ്സെറ്റും തെളിയിക്കാൻ അറിയാമല്ല. എ മൈനസ് ബി സബ്സെറ്റ് ഓഫ് ദിസ് വൺ എന്ന് തെളിയിക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു എക്സ് എടുക്കുന്നു, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു എക്സ് എടുക്കുന്നു, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നു. ആ പരസ്പരം സബ്സെറ്റ് ആയി കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വലാണ്. അത്തരത്തിൽ ചെയ്യുന്ന അതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ വരും. ഓക്കെ. പക്ഷേ ഇവിടെ ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഈ രീതി കുറച്ചുകൂടി എളുപ്പം 3 സ്റ്റെപ്പിനകത്ത് പെട്ടെന്ന് കിട്ടും. ഡെഫിനിഷൻ ഉപയോഗിച്ചൊക്കെ എഴുതുവാണ്. ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് വെച്ചാൽ എന്താണ്? ബി മൈനസ് എയിലെ എലമെൻ്റാണ് എക്സ്. ഓക്കെ. എലമെൻ്റാണ് എക്സ്. ഓക്കെ. അങ്ങനെയെങ്കിൽ ആ എക്സിൻ്റെ പ്രത്യേകത എന്താ? ഡെഫിനിഷൻ അനുസരിച്ച് എലമെൻ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിയിലുണ്ടായിരിക്കും, പക്ഷേ എവിടെ ഉണ്ടായിരിക്കില്ല? എയിലുണ്ടായിരിക്കില്ല. അതല്ലേ ഡെഫിനിഷൻ. ഓക്കെ. അന്നേരം ബി മൈനസ് എയിലെ എലമെൻ്റാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ആദ്യത്തെ സെറ്റിലുണ്ട്, പക്ഷേ രണ്ടാമത്തെ സെറ്റിലുണ്ടായിരിക്കില്ല. എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് ആണല്ലോ കോമ. എക്സ് പക്ഷേ എയിലുണ്ടായിരിക്കില്ല. ആണല്ലോ ഡെഫിനിഷൻ.
ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇനി ഒന്ന് അറേഞ്ച് ചെയ്യുന്നു എക്സ് ബിലോങ്സ് ടു ബി അതുപോലെ എഴുതി ആൻഡ് എക്സ് എയിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എവിടെയായിരിക്കും എ കോംപ്ലിമെൻറ്റിലായിരിക്കും. ഒരു എലമെൻറ്റ് ഇതാണല്ലോ യൂണിവേഴ്സൽ സെറ്റ് ഇത് എ ആണ് അന്നേരം എയിലൊരു എക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്നെ അത് എവിടെയോ ഉണ്ടാകും, എയ്ക്ക് പുറത്തേ ഉണ്ടാകും. അല്ലാതെ എന്തായാലും യൂണിവേഴ്സൽ സെറ്റിന് പുറത്തായിട്ടൊരു എലമെൻറ്റ് ഡിസ്കസ് ചെയ്യില്ലല്ലോ. നമ്മൾ ഏതൊരു എലമെൻറ്റ് എടുത്താലും അത് ഈ സെറ്റിനകത്തുള്ളതാണ്, ഓക്കെ, ഈ കംപ്ലീറ്റ് സെറ്റിനകത്തുള്ളതാണ്. അത് എയിലാകാം അല്ലെങ്കിൽ എയ്ക്ക് പുറത്താകാം. അന്നേരം എയിലില്ല എന്ന് പറഞ്ഞാൽ എയ്ക്ക് പുറത്തായിരിക്കും, എയിലില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എയ്ക്ക് അകത്തായിരിക്കും. ഇനി എയ്ക്ക് അകത്തില്ല എന്ന് പറഞ്ഞാൽ എയ്ക്ക് പുറത്തായിരിക്കും, അതാണ് അതിൻ്റെ അർത്ഥം. അന്നേരം എയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എ കോംപ്ലിമെൻറ്റിലായിരിക്കും, ശരിയല്ലേ? അന്നേരം ഇപ്പോൾ എന്ത് കിട്ടി? എക്സ് ബിയിലുണ്ട്, അതുപോലെ തന്നെ ആ എക്സ് എവിടെയും ഉണ്ട്, എ കോംപ്ലിമെൻറ്റിലും ഉണ്ട്. അന്നേരം ബിയിലും ഉണ്ട്, എ കോംപ്ലിമെൻറ്റിലും ഉണ്ട്. ഒരു എലമെൻറ്റ് ബിയിലും എ കോംപ്ലിമെൻറ്റിലും ഉണ്ടെന്ന് പറയാൻ അർത്ഥം എന്താണ്? അവിടെ ഇൻ്റർസെക്ഷനിലുണ്ടെന്നല്ലേ അർത്ഥം. രണ്ടിടത്തും ഉണ്ട്, ഒരു എലമെൻറ്റ് രണ്ടിടത്തും ഉണ്ട്, എയിലും ഉണ്ട് ബിയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് അർത്ഥം. അന്നേരം ബിയിലും ഉണ്ട് എ കോംപ്ലിമെൻറ്റിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ എലമെൻറ്റ് എവിടെയുണ്ട്? ബിൻ്റെയും എ കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷനിലുണ്ട്. അതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. ബി മൈനസ് എ ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ പെട്ടെന്ന് തെളിയിക്കാൻ സാധിക്കും ഈ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ തെളിയിക്കാൻ പറ്റണമെന്നില്ല, ഓക്കെ. ഇതുപോലെ ഡെഫിനിഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് അങ്ങ് തെളിയിച്ചു എന്നേ ഉള്ളൂ, ഓക്കെ. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പരസ്പരം സബ്സെറ്റുകളും തെളിയിച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് ഇനി വരുന്ന അടുത്ത 1-2 വീഡിയോയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രൂവ് ഡിമോർഗൻസ് ലോ. ആദ്യം നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് പറഞ്ഞു, ഇതൊന്ന് പ്രൂവ് ചെയ്യാനാണ്. ദാറ്റ് മീൻസ് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് തെളിയിക്കണം. അന്നേരം ഇവിടെ തെളിയിക്കാനായിട്ട് ഞാൻ സാധാരണ രണ്ട് സെറ്റുകൾ ഈക്വലാന്ന് തെളിയിക്കാനായിട്ട് എന്തോ ചെയ്യുന്നത്? പരസ്പര സബ്സെറ്റ് എന്ന് തെളിയിക്കും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, ഓക്കെ. അത് എ യൂണിയൻ ബിയുടെ ഹോൾ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ് സെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് എന്നും അത് നേരെ തിരിച്ചുവാണെന്ന് പ്രൂവ് ചെയ്യുന്നു. അന്നേരം ആദ്യം ഇവ പരസ്പരം സബ്സെറ്റ് എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യുന്നത്? ഇതിൽ നിന്ന് ഞാനൊരു എക്സ് എടുക്കുന്നു, ആ എക്സ് എവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നു, ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നു, ഓക്കെ ആണല്ലോ. അത് ഫസ്റ്റ് നമുക്കതൊന്ന് ചെയ്യാം, ഓക്കെ. ആദ്യം എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുക്കുന്നു, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിൽ നിന്ന് എടുക്കും. എക്സ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിലാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ് എ കോംപ്ലിമെൻറ്റിലാണെങ്കിൽ ആ എക്സ് ഒരിക്കലും എവിടെ ഉണ്ടാകില്ല? എയിലുണ്ടാകില്ല. ഇനി എയിലാണെങ്കിൽ എ കോംപ്ലിമെൻറ്റിലും ഉണ്ടാകില്ല, ഇതാണല്ലോ. അന്നേരം എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിലാണ് എക്സ് എങ്കിൽ മസ്റ്റായിട്ടും ആ എക്സ് എവിടെ ഉണ്ടാകില്ല? എ യൂണിയൻ ബിയിലുണ്ടാകില്ല. അതാണ് ഈ എഴുതിയിരിക്കുന്നത് എക്സ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ബി, ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അന്നേരം എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. എ യൂണിയൻ ബിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എക്സ് എയിലും ഉണ്ടാകില്ല ബിയിലും ഉണ്ടാകില്ല. കാര്യം യൂണിയനിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടായാൽ മതി. അന്നേരം യൂണിയനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ഉണ്ടായിരിക്കില്ല. കാര്യം എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടായാൽ അത് യൂണിയനിലുണ്ടെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് അത് രണ്ടിടത്തും ഇല്ല എന്നാണ് അർത്ഥം. അന്നേരം എക്സ് എയിലും ഉണ്ടാകില്ല, എവിടെ ഉണ്ടാകില്ല? ബിയിലും ഉണ്ടാകില്ല. എക്സ് എയിലില്ലെങ്കിൽ പിന്നെ അത് എവിടെയായിരിക്കും? എ കോംപ്ലിമെൻറ്റിലായിരിക്കും. എക്സ് ബിയിലില്ലെങ്കിൽ പിന്നെ അത് എവിടെയായിരിക്കും? ബി കോംപ്ലിമെൻറ്റിലായിരിക്കും, ഓക്കെ. അന്നേരം ഇപ്പോൾ എക്സ് എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും ഉണ്ടെന്ന് കിട്ടി. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും എക്സ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? രണ്ടിടത്തും ഉണ്ടെങ്കിൽ എന്താണ്? ഇൻ്റർസെക്ഷനിലുണ്ടെന്ന് അർത്ഥം. അത് എക്സ് ഈ രണ്ട് സാധനത്തിൻ്റെ ഇൻ്റർസെക്ഷനിലുണ്ടെന്നാണ് അർത്ഥം. അന്നേരം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? ഇവിടുന്ന് ഒരു എക്സ് എടുത്തു, ആ എക്സ് ഇതായിപ്പം ഈ സാധനത്തിലുണ്ടെന്ന് കിട്ടി. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഉണ്ടെന്ന് കിട്ടി. ദാറ്റ് മീൻസ് അവ എന്താണ്? സബ്സെറ്റാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് ഇതിൽ നിന്ന് ഒരു എക്സ് എടുക്കും, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് കിട്ടണം. അതാണ് അടുത്ത പരിപാടി. അതായത് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷനിലാണ് എക്സ് എന്ന് എടുക്കും. ഇൻ്റർസെക്ഷനിലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇൻ്റർസെക്ഷൻ മീൻസ് രണ്ടിടത്തും ഉണ്ടെന്ന് അർത്ഥം. അത് എക്സ് എ കോംപ്ലിമെൻറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ബി കോംപ്ലിമെൻറ്റിലും ഉണ്ട്, ഓക്കെ. അന്നേരം എക്സ് എ കോംപ്ലിമെൻറ്റിലാണെങ്കിൽ അത് എയിലുണ്ടായിരിക്കുമോ? എയിലുണ്ടായിരിക്കില്ല. ബി കോംപ്ലിമെൻറ്റിലാണെങ്കിൽ അത് ബിയിലുണ്ടായിരിക്കുമോ? ബിയിലും ഉണ്ടായിരിക്കില്ല. അന്നേരം ഇപ്പോൾ എന്താ കിട്ടി? എക്സ് എയിലും ഇല്ല ആൻഡ് എക്സ് ബിയിലും ഇല്ല, രണ്ടിടത്തും ഇല്ല എന്നുണ്ടെങ്കിൽ യൂണിയനിലുണ്ടാവുമോ? യൂണിയനിലുണ്ടാവില്ല. കാര്യം യൂണിയനിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരിടത്തുണ്ടായാൽ മതി, ഓക്കെ. എവിടെയെങ്കിലും ഒരിടത്തുണ്ടായാൽ യൂണിയനിലുണ്ട്. അന്നേരം ഇത് രണ്ടിടത്തും ഇല്ല എന്ന് പറഞ്ഞാൽ യൂണിയനിലില്ല എന്നർത്ഥം. അന്നേരം എക്സ് എ യൂണിയൻ ബിയിലില്ല. എക്സ് എ യൂണിയൻ ബിയിലില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിലായിരിക്കും. എക്സ് എവിടെയായിരിക്കും? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റിലായിരിക്കും. അന്നേരം എക്സ് ഇവിടെ ഉണ്ടെന്ന് കിട്ടി, ആ എക്സ് ഇവിടെ ഉണ്ടെന്ന് കിട്ടി, ഓക്കെ. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? അന്നേരം
ക്ലിയർ ആണല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ കേസ് ചെയ്തത് നമ്മൾ ആ ഇവിടെ നിന്ന് ഒരു എക്സ് എടുത്തു, ആ എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടണമായിരുന്നു, ഇവിടെ ഉണ്ടെന്ന് കിട്ടണമായിരുന്നു, അവിടെ ഉണ്ടെന്ന് കിട്ടി. സോ അന്നേരം അതും സബ്സെറ്റായി. ഫ്രം 1 and 2 പരസ്പരം സബ്സെറ്റ് ആണെങ്കിൽ ആ രണ്ട് സെറ്റും എന്താണ്, ഈക്വലാണ്. ഇതാണ് ഡി മോർഗൻസ് ലോ. ഓക്കെ, ഇതേപോലെ ഏത് കേസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ ഈ പഠിപ്പിച്ചതിനൊക്കെ തന്നെ ആയിരിക്കും എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതിനെ പുറത്തൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഒന്നും നിങ്ങൾ അതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട് 1-2 പ്രോബ്ലംസ് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ യു തന്നിട്ടുണ്ട്, ABCDEF കുറേ സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ യൂണിയൻസ് ഒക്കെ കണ്ടുപിടിക്കാനാണ്. കുറച്ച് യൂണിയൻസ് കണ്ടുപിടിക്കുക. യൂണിയൻ കണ്ടുപിടിക്കാറിയാൽ അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ ശരിയാണെന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യനോട് തന്നിട്ടുണ്ട്. ഈ സെയിം സെറ്റ് തൊട്ട് മുമ്പ് പറഞ്ഞ അതേ സെറ്റ് തന്നെയാണ്. കൺസിഡർ സെറ്റ് ഇൻ ദി ലാസ്റ്റ് പ്രോബ്ലം. യൂണിവേഴ്സൽ സെറ്റ് ABCDEF അത് കൺസിഡർ ചെയ്യുക. എന്നിട്ട് കുറേ സെറ്റുകളുടെ കോംപ്ലിമെൻറ്റ്, കുറേ സെറ്റുകളുടെ ഡിഫറൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ സിമെട്രിക് ഡിഫറൻസ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്. അതും സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.